ഹലോ ഗായ്സ്, ഇറ്റ്സ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ നല്ല ദോശയും അതുപോലെ തേങ്ങാ ചമ്മന്തിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ MOTയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ വരുന്നത് ട്യൂസ്ഡേ ആയിരിക്കും, അതായത് ജനുവരി 20 ട്യൂസ്ഡേ ആയിരിക്കും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് നമ്മളുടെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേക്കുള്ളൊരു ചെറിയ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ MOTയിൽ പോകുന്നത്. ഈ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലീനിങ് പരിപാടി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. നമ്മളൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, എനിക്ക് ഏറ്റവും പാട് തോന്നുന്ന കാര്യം അതാണ്. അതായത് അടുക്കളയെല്ലാം ക്ലീൻ ആക്കണം, പാത്രം എല്ലാം മഴക്കി ക്ലീനാക്കി വെക്കണം, പിന്നെ റെഡി ആവണം, നമ്മൾ റെഡി ആവണം, പിന്നെ നമ്മുടെ കൂടെയുള്ള പിള്ളേരെ നമ്മൾ റെഡിയാക്കണം. ഇന്ന് പിന്നെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ, 10 മണിയായിട്ടാണ് ഞങ്ങൾ എണീറ്റത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് എത്തിയത് ലഞ്ച് ടൈം ആയപ്പോഴാണ്. പിന്നെ നമ്മൾ ലഞ്ച് വാങ്ങിച്ച് കഴിച്ചു. ഇതിൻ്റെ നല്ല എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ട് അടിപൊളിയായിരിക്കും എന്ന് കരുതി വാങ്ങിച്ചതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ശോകമായിപ്പോയി. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അത്രയൊന്നും എത്തില്ല. ആക്ച്വലി അവിടെ നേരത്തെ ചെട്ടിനാട് ബിരിയാണി ഒക്കെ കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നു MOTയിൽ. ഞാൻ ആ ഭാഗത്ത് പോയി ചെട്ടിനാട് ബിരിയാണി വാങ്ങിക്കണം, ചെട്ടിനാടല്ല, ഡിണ്ടുകൽ ബിരിയാണി, അതെ, ഡിണ്ടുകൽ ബിരിയാണി വാങ്ങണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ പോയത്. പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു. ആ കട എനിക്ക് തോന്നുന്നു മാറിയിട്ട് വേറെ കട ഏതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഡിണ്ടുകൽ ബിരിയാണി ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ രസം തോന്നി വാങ്ങി കഴിച്ചു. പക്ഷേ വലിയ ഗുണമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതേ ഷോപ്പിങ്ങിന് കയറി. ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു താല്പര്യമില്ലാത്ത 3 പേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഷോപ്പ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ലെന്നേ. കല്യാണിക്കാണെങ്കിലും ശരി, അപ്പൂനാണെങ്കിലും ശരി, അവർക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വയ്യ. ചേട്ടൻ അതിനേക്കാട്ടിലും വയ്യ. ഈ വയ്യാത്ത 3 പേരെയും ഞാൻ വേണം നടന്ന് എല്ലാ സാധനം നോക്കിയെടുക്കുക. ഈ വയ്യ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോലും വയ്യാത്ത പിള്ളേരെ പിടിച്ച് നിർത്തി ഡ്രസ്സ് ഇടണം. ചില സമയത്ത് നമുക്ക് നല്ല ദേഷ്യം വരും. അങ്ങനെ ഉച്ചക്കലത്തെ ആഹാരത്തിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി നമ്മളിതാ വൈകിട്ട് വന്നിട്ട് ഡിന്നറിന് കഞ്ഞി വെച്ച് കുടിച്ചു. കഞ്ഞിയും അച്ചാറും പപ്പടവും മുളക് വറുത്തതുമായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ.